നമസ്കാരം. ലോകപ്രസിദ്ധമായിട്ടുള്ള തലയാട്ടി തഞ്ചാവൂർ ബൊമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് കണ്ടാലോ? അതിനായിട്ട് നമ്മളിന്ന് പോകുന്നത് തഞ്ചാവൂരിലെ ബാബു ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. വീടിൻ്റെ എൻട്രൻസിൽ തന്നെ പാവകൾ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീടിൻ്റെ അകത്ത് ഷെഡിൽ കയറുമ്പോൾ തന്നെ പല കളറിലെ പാവകളെ ഇവിടെ ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്ന കാണാം. അതിൻ്റെ കാല് വേറെ, ശരീരം വേറെ, തല വേറെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതായി കണ്ടോ വലിയ ബൊമ്മകൾ. ഈ ബൊമ്മകളൊക്കെ വലിയ വലിയ ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ എക്സിബിഷൻസോ അങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ എൻട്രൻസിൽ കാഴ്ചയ്ക്കായിട്ട് വെക്കുന്നതാണ്. ഇവിടെ വീടിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് വേറെ കുറച്ച് ബൊമ്മകളൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കിനി വീടിൻ്റെ അകത്ത് പോയിട്ട് വേറെ കുറച്ച് ബൊമ്മക്കുട്ടികളെ കൂടെ കണ്ടാലോ? ഇവിടെ വിഷ്ണു ഓൾറെഡി ബാബു ചേട്ടൻ്റെ സ്റ്റുഡൻ്റൊക്കെ ആയെന്നാ തോന്നുന്നത്. എല്ലാം ചോദിച്ചു മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. ഇനി കുറച്ച് തലയാട്ടി ബൊമ്മ വിശേഷങ്ങളാകാം. എത്ര ബൊമ്മകളല്ലേ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഡാൻസേഴ്സ് ഉണ്ട്, സാന്റാക്ലോസ് ഉണ്ട്, നമ്മുടെ കേരളത്തിലെ കഥകളി ഉണ്ട്. ഇതെല്ലാം ചെയ്തത് നമ്മുടെ ഈ ബാബു ചേട്ടനാണ് കേട്ടോ. ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മ. രാജാറാണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്ത് ക്യൂട്ടാണല്ലേ അതിങ്ങനെ ചിരിച്ചുകൊണ്ട് തലയൊക്കെ ആട്ടി നിൽക്കുന്ന കാണാൻ. യൂഷ്വലി ഈ ബൊമ്മ 3 സെക്ഷൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് തല ഒരു സെക്ഷനാണ്, ഉടലൊരു സെക്ഷനാണ്, ശരീരം ഒരു സെക്ഷനാണ്, കാല് വേറൊരു സെക്ഷൻ. ഈ 3 സെക്ഷനും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആ മേളിൽ കാണുന്നത്. അതിനാണ് ഈ 3 സെക്ഷനെയും കൂട്ടി നിർത്തുന്നത്. ബാബുചേട്ടൻ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ചില പാവകളൊക്കെ 3 സെക്ഷനും കുറേ പാവകളൊക്കെ 4 സെക്ഷനുമായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. ബൊമ്മ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ പേപ്പർ പൾപ്പും സോഡസ്റ്റുമാണ്. പിന്നെ അതിന് പശയായിട്ട് അഡസീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പപ്പൊടിയാണ് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിന് യൂഷ്വലി നമ്മൾ എടുക്കുന്ന അക്രൈലിക് പെയിൻറ്റ് തന്നെയാണ്. പിന്നെ വാർണിഷൊക്കെ അടിച്ചിട്ടാണ് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. ചേച്ചി കണ്ടോ, വളരെ ക്ഷമയോടുകൂടി ഒരു പാവ എങ്ങനെയാണ് മുത്തൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടോ. ഇന്ന് രസമല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല ക്ഷമ വേണം കേട്ടോ. എനിക്കൊന്നും അത്ര ക്ഷമ പോലും ഇല്ല. ഒരു പാവയെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നുണ്ടോ ഇതിൻ്റെ പുറകിൽ ഇത്രയധികം ഹാർഡ് വർക്ക് ഉണ്ടെന്നുള്ളത്, അല്ലേ? ബാബുചേട്ടൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡീഷനാണ് ഈ മണിപ്പൂരി ഡാൻസർ. നല്ല മുത്തൊക്കെ വെച്ചിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് തഞ്ചാവൂർ ബൊമ്മയൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. നിങ്ങൾ ആരെങ്കിലും തഞ്ചാവൂർ പോകുന്നുണ്ടെങ്കിൽ ബാബുചേട്ടനെ കാണാൻ മറക്കണ്ട കേട്ടോ. ചേട്ടൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തഞ്ചാവൂർ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ കുറച്ച് കടകൾ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് തഞ്ചാവൂർ ബൊമ്മയൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ നല്ലോണം ബാർഗെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റേറ്റിൽ കിട്ടത്തുള്ളൂ. ഈ കടകളിൽ റേറ്റ് കുറച്ച് ഹയർ സൈഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അമ്മയ്ക്ക് തഞ്ചാവൂർ ബൊമ്മ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു ബൊമ്മ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു. സൂപ്പറായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളും തഞ്ചാവൂർക്ക് പോവല്ലേ?